ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചേരിയാറിലെ കർഷകനായ ശ്രീ എൻ.എം. തോമസിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ അനുരാജ്. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് ശാന്തൻപാറ എന്ന കാർഷിക കുടിയേറ്റ ഗ്രാമത്തിലാണ്. തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും 40 കിലോമീറ്റർ അകലെ കേരളത്തിലുള്ള അതിർത്തി ഗ്രാമമാണ് ശാന്തൻപാറ. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങും ഹരിതാഭമായ കാഴ്ചകളാണ് ശാന്തൻപാറ എന്ന കാർഷിക ഗ്രാമത്തിലുള്ളത്. ഇന്ന് കിസാൻ വാണി ശ്രോതാക്കളോട് തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ചേരിയാറിലെ കർഷകനായ എൻ.എം. തോമസ് ആണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വയസ്സുണ്ട്? എത്ര വർഷമായി ചേട്ടൻ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നു? എനിക്ക് 49 വയസ്സുണ്ട്. ഞാൻ 25 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. എന്തൊക്കെ തരം വിളകളാണ് കൃഷി ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാർഷിക രീതികളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഞാൻ ഏലം കൃഷിയാണ് കൂടുതലായി ചെയ്യുന്നത്. പിന്നെ കുരുമുളക്, നെൽകൃഷി, പച്ചക്കറി എന്നിവ ഇടവിളയായും കൃഷി ചെയ്യുന്നു. 1/2 ഏക്കർ നെൽകൃഷി ചെയ്തു വരുന്നു. ഏലം എത്ര ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്? അതിൻ്റെ കൃഷി രീതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഏലം 4 ഏക്കറിൽ കൃഷി ചെയ്തു വരുന്നു. കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വളപ്രയോഗം, മരുന്നടി ഇതെല്ലാം യഥാസമയങ്ങളിൽ തന്നെ ചെയ്യണം. ഏലത്തിന് പ്രത്യേകിച്ച് ഞള്ളാനിക്ക് കറക്റ്റ് സമയത്തിന് നമ്മൾ മരുന്ന് കൊടുക്കണം, വളം കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ക്രോപ്പ് നമുക്ക് ലഭിക്കാതെ വരും. ഏതിനം ഏലമായിരുന്നു മുൻപുണ്ടായിരുന്നത്? അതിൽ നിന്ന് ഈ ഞെള്ളാണി ഏലത്തിലേക്ക് മാറാനുണ്ടായൊരു സാഹചര്യം എന്താണ്? മുൻപ് വൾക്ക, മൈസൂർ, നാടൻ എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തു പോന്നിരുന്നത്. ആ ഏലത്തിന് ക്രോപ്പ് കുറവായതിനാലാണ് ഞള്ളാനി ഇനത്തിലേക്ക് മാറാൻ സാഹചര്യം ഒരുക്കിയത്. ഞെള്ളാണി ഏലത്തിന് ശരാശരി 1 ഏക്കറിൽ നിന്ന് എത്ര വിളവ് ലഭിക്കും ഒരു വർഷം, ഒരു സീസണിൽ? ഞള്ളാനി ഏലത്തിൽ നിന്ന് ഏകദേശം എനിക്ക് ഏക്കറിന് 400 കിലോഗ്രാം തൊട്ട് 500 കിലോഗ്രാം വരെ ഉണങ്ങിയ ഏലക്കായാണ് എനിക്ക് ലഭിക്കുന്നത്. ശരാശരി 1600 ആണല്ലോ ഇപ്പോഴത്തെ ഏലം വില. ഈ വില കൊണ്ട് ലാഭകരമായി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? 1600 രൂപ ഇപ്പോൾ ഉണ്ട്. പക്ഷേ സീസൺ സമയത്ത് നമുക്ക് വളരെ വില താഴ്ന്ന രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 1000-ൽ താഴെയും വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഏലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വർഷം കുറച്ച് വില വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഈ കൃഷി ചെലവുകൾ കുറയ്ക്കാനായിട്ട് ചേട്ടൻ എന്തൊക്കെ മാർഗങ്ങളാണ് ഏലം കൃഷിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? കൃഷി ചെലവ് കുറയ്ക്കുന്നതിനായിട്ട് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പുതയിടിയിൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൾച്ചിങ്, ആ രീതിയാണ് ഞാൻ അവലംബിച്ച് പോരുന്നത്. ഏകദേശം 12 വർഷത്തോളമായി ഞാൻ പുതയിടിയിൽ എന്ന രീതി അവലംബിച്ച് പോന്നുകൊണ്ടിരിക്കുന്നു. ഈ പുതയിടിയിൽ എന്നത് ഏലം കൃഷിയിൽ ഒരു നൂതനമായ ഒരു സംവിധാനമാണല്ലോ. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് എന്തൊക്കെയാണ് ഈ പുതയിടുന്നത്? എന്താണ്? മണ്ണ് ഇളക്കാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? എങ്ങനെയാണ്? മണ്ണ് ഇളക്കാറില്ല. ഈ പുതയിടുന്നതുകൊണ്ട് മണ്ണ് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പുത പൊടിഞ്ഞ് ചേരുന്നത് ശരിക്കും മണ്ണായി മാറുന്നു. അതുകൊണ്ട് മണ്ണിന് നല്ല ഇളക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പുത ഇട്ടാൽ മതി. വേറെ തൂമ്പ ഉപയോഗിച്ച് മണ്ണിളക്കുകയോ മുള്ളുപയോഗിച്ച് ഇളക്കുകയോ ഒന്നും ഇതിനാവശ്യമില്ല. വേനൽക്കാലത്ത് ഈർപ്പം പിടിച്ചു നിർത്തുന്നതിനും മഴക്കാലത്ത് ഈ ഓവറായിട്ട് ഈർപ്പം മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കുന്നതിനും ഈ പുതയിടിയിൽ നല്ലതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്താണ് പുതയിടുന്നത്? ഏലത്തിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളാണോ? തണൽ ക്രമീകരിക്കുമ്പോൾ നിലത്ത് വീഴുന്ന മരച്ചില്ലകളാണോ? എന്താണ് പുതയിടിയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ത് വസ്തുക്കളാണ് ഇതിന് ഉപയോഗിക്കുന്നത്? തണൽ ക്രമീകരിക്കുമ്പോൾ വെട്ടിയെടുക്കുന്ന മരത്തിൻ്റെ ചില്ലകളും പിന്നെ ഏലം ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏലത്തിൻ്റെ ഉണങ്ങിയതും
ആയ തണ്ടുകളും ഇലകളും എല്ലാം വെട്ടി ഏലത്തിൻ്റെ ചുറ്റിയും മുകളിലും നിരത്തി കൊടുക്കുകയാണ് മണ്ണിന് മുകളിലും നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പുതയിടുന്ന രീതി. ഏകദേശം എത്ര അടി കനത്തിൽ ചേട്ടൻ്റെ കൃഷിയിടത്തിൽ ഈ പുത ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പുത ഇട്ടിട്ടുണ്ട്? അങ്ങനെ ഏകദേശം എത്ര അടി കനത്തിൽ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുതയിടുന്നത് 3-4 മാസം കൊണ്ട് ആ സാധനം പൗഡറായി മാറിയിരിക്കും. ഇടുമ്പോൾ ഒരു അരയടി ഒരടി കട്ടി വരെ ഇട്ടത് കിടക്കും. പക്ഷേ ഒരു 3-4 മാസം കൊണ്ട് അത് പൗഡറായിട്ട് മാറി മണ്ണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഏലം കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമാണല്ലോ. ഏലം തോട്ടത്തിൽ പുതയിടുന്നത് കൊണ്ട് വരൾച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഏതു തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയും? ഒരു പരിധി വരെ ഈ പുതയിടിയിൽ വരൾച്ചയെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. മണ്ണിലെ ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് ഓവറായിട്ട് പോകാതെയും നനയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം മണ്ണിലേക്ക് വലിയാനും ഈ പുതയിടിയിൽ നമുക്ക് നല്ലതാണ്. പുതയിടുന്ന തോട്ടത്തിലും അല്ലെങ്കിൽ പുതയിടാത്ത തോട്ടത്തിലും ഏത് തരത്തിലാണ് നന വേണ്ടത്? അതായത് എത്ര തവണ ഈ പുത നന്നായുള്ള ഒരു തോട്ടത്തിൽ എത്ര തവണ വർഷത്തിൽ നനയ്ക്കേണ്ടി വരുന്നു? മറ്റു തോട്ടങ്ങളിൽ എങ്ങനെയാണ്? പുതയിടുമ്പോൾ അത് മറ്റു തോട്ടങ്ങളിൽ എന്നും നനച്ചു കഴിഞ്ഞാലേ ഈർപ്പം നിലനിൽക്കുള്ളൂ. പുതയിടുന്ന തോട്ടത്തിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ജലസേചനം നടത്തി കഴിഞ്ഞാൽ അത് ഒരു 15 ദിവസം വരെ ആ ഈർപ്പം നിലനിൽക്കും. പുതയിടുന്നത് കൊണ്ട് കൃഷി ചെലവിൽ കുറവുണ്ടോ? ലേബർ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറവ് വരാറുണ്ടോ? പുതയിടുന്നതുകൊണ്ട് ലേബർ ചാർജ് ഉൾപ്പെടെ നമുക്ക് കുറവ് വരുന്നുണ്ട്. പുത മാറ്റുമ്പോൾ നമുക്ക് ആ ലേബർ ചാർജ് അധികമായി വരും. പിന്നെ ഈ പുത മാറ്റി കഴിയുമ്പോൾ ഒത്തിരി കള മുളയ്ക്കും. കള എടുക്കുന്നതിന് പിന്നെയും നമുക്ക് ലേബർ ചാർജ് ആകും. ഇത് പുത അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് കള മുളയ്ക്കില്ല. 2 ലേബർ ചാർജ് നമുക്ക് അവിടെ കുറഞ്ഞു കിട്ടും. ഏലം കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗബാധകൾ ഏതൊക്കെയാണ്? അതിനെ പ്രതിരോധിക്കാനായിട്ട് ചേട്ടൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഏലം കൃഷിയെ ബാധിക്കുന്ന കീടരോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടുതുരപ്പൻ, ഏലക്കായിലുണ്ടാകുന്ന ചൊറി, ഇവയ്ക്ക് കീടനാശിനിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഫിസേറിയം, ഫംഗൽ രോഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇതെല്ലാം വളരെയധികം ശക്തമായി. അപ്പോൾ അതിനും മരുന്നുകൾ കൊടുക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വന്നു. ഫംഗൽ രോഗങ്ങൾക്കും മരുന്ന് കൊടുക്കുന്നുണ്ട്. ഫിസേറിയം, ഫംഗൽ രോഗം എല്ലാം ചേർന്ന് വരുന്നതാണ്. അതിനെല്ലാത്തിനും മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. കൃഷിയിടത്തിൽ വളപ്രയോഗം അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗത്തിന് ഇപ്പോൾ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര പോലെയുള്ള സ്ഥാപനങ്ങളിലെ വിദഗ്ധരുടെ സേവനം ആവശ്യപ്പെടാറുണ്ടോ? അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? ആവശ്യപ്പെടാറുണ്ട്. പല ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ KVKയിലെ സുധാകരൻ സാറിൻ്റെ ക്ലാസ് മിക്കവാറും ഞാൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. നിരോധിച്ച മരുന്നുകൾ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. മറ്റു മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കീടനാശിനികളുടെയും വളങ്ങളുടെയും വില ഏലം വിലയേക്കാൾ ശരാശരി കൂട്ടുമ്പോൾ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്നത്? ഇപ്പോൾ രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും വില അധികമാണ്. നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ്. എങ്കിലും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു 20 ദിവസം കൂടുമ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 10 ദിവസം കൂടെ തള്ളിവിടും. അപ്പോൾ ഒരു 30 ദിവസത്തിലൊരിക്കൽ മരുന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 10 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വർഷം വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ രാസവളങ്ങളിലും കീടനാശിനിയായാലും ഡോസ് വളരെ കുറച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏലം കൃഷിക്ക് സ്പൈസസ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളുടെ സഹായം ലഭിക്കാറുണ്ടോ? അങ്ങനെ ഉള്ള അപേക്ഷകൾ വെച്ചിട്ട് ലഭിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏലം കൃഷിക്ക് കഴിഞ്ഞ വർഷം 1 ഏക്കർ റീപ്ലാന്റ് ചെയ്തിരുന്നു. എനിക്ക് സ്പൈസസ് ബോർഡിൽ നിന്ന് 2 ഗഡുവായിട്ട് 30,000 രൂപ ലഭിച്ചിരുന്നു. ഏലം റീപ്ലാന്റ് എങ്ങനെയാണ്? അത് ഏത് മാസമാണ് സാധാരണയായി റീപ്ലാന്റ് ചെയ്യാറുള്ളത്? അതിന് ഉപയോഗിക്കുന്ന തൈകൾ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? മെയ് ജൂൺ മാസത്തിലായിരിക്കും നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നത്. വേനൽ സമയത്ത് നമ്മൾ തോട്ടം ഒരുക്കിയിട്ടതിന് ശേഷം ജൂൺ ജൂലൈയിൽ തൈ വയ്ക്കും. തൈ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. നമ്മുടെ ഞള്ളാനി തന്നെ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് ഞാൻ എടുത്തു വയ്ക്കുന്നത്. ശരാശരി ഒരു വർഷം എത്ര ഏക്കർ സ്ഥലത്താണ് ഈ റീപ്ലാന്റ് നടക്കാറുള്ളത്? അത് ഒരു സൈക്കിൾ പ്രോസസ്സായിട്ട് നടക്കാറുള്ളതാണോ, അതോ 3 വർഷം കൂടുമ്പോഴൊക്കെയാണോ ഈ റീപ്ലാന്റ് നടക്കാറുള്ളത്? 3 വർഷം കൂടുമ്പോൾ റീപ്ലാന്റ് ചെയ്യാറില്ല. ശരിക്കുമുള്ള ക്രോപ്പിലേക്ക് വരുന്നത് നമ്മൾ 3 വർഷം കഴിയുമ്പോഴാണ്. ഒരു 10 വർഷത്തിന് ശേഷമേ റീപ്ലാന്റ് നമ്മൾ ചെയ്യാറുള്ളൂ. ഏലം കൃഷിയല്ലാതെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല. എത്ര ഏക്കറിൽ കുരുമുളക് കൃഷിയുണ്ട്? ഈ ഏലത്തിനൊപ്പം തന്നെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടോ? അത് ലാഭകരമാണോ? കുരുമുളക് കൃഷി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ഏലത്തിൻ്റെ ഇടവിളയായിട്ട് ഏലത്തിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഏലത്തിലുള്ള മരങ്ങളിൽ മാത്രമാണ് നമ്മൾ കുരുമുളക് കയറ്റിവിട്ട് ആ കൃഷി ചെയ്യുന്നുള്ളൂ. ഏലത്തോട്ടത്തിൽ തണൽ ഒരുക്കുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ ഈ തണൽ ഒരുക്കുന്നത് ഈ കുരുമുളക് കൃഷിയെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കാറുണ്ടോ? തണൽ ഒരുക്കുന്നത് കുരുമുളക് കൃഷിയെ ബാധിക്കാറില്ല.
കുരുമുളക് കൃഷിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വളപ്രയോഗം നടത്താറുണ്ടോ? രാസ കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ടോ? കുരുമുളക് കൃഷിക്ക് രാസകീടനാശിനികൾ ഉപയോഗിക്കാറില്ല. ഏലത്തിന് കൊടുക്കുന്ന വളങ്ങൾ അതിന് കൊടുക്കാറുണ്ട്. കുരുമുളകിന് കാലിവളം പോലുള്ള ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നത് പതിവാണല്ലോ. അപ്പോൾ താങ്കളുടെ കൃഷിയിടത്തിൽ ഇങ്ങനെ കാലിവളം ഉപയോഗിക്കാറുണ്ടോ? ഏലത്തിനോ കുരുമുളകിനോ ഏതെങ്കിലും വിളകൾക്ക് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സ്വന്തമായിട്ട് പശു വളർത്തലോ അങ്ങനെ എന്തെങ്കിലും മറ്റ് കൃഷികളുണ്ടോ? ഏലത്തിന് ചാണകം ഉപയോഗിക്കാറുണ്ടായിരുന്നു. 2 വർഷം മുൻപ് വരെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ചാണകം ഉപയോഗിക്കാറില്ല. അന്ന് എനിക്ക് കാലി വളർത്തൽ ഉണ്ടായിരുന്നു, അന്നേരം ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ജൈവവളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച്, അതാണ് ജൈവവളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മറ്റും ഈ ചാണകം എത്തിക്കുന്നത് ഏലത്തിനെയും ബാധിക്കുന്ന പലവിധ രോഗങ്ങൾക്ക് കാരണമായി എന്ന് ചില കർഷകർ പരാതിപ്പെടാറുണ്ട്. താങ്കളുടെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ താങ്കൾക്ക്? അനുഭവം ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചാണകത്തിൽ ഫിസേറിയത്തിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. ഒരു 2 വർഷം മുമ്പ് ഞാൻ ചാണകം ഇട്ടപ്പോൾ അതിൽ ഫിസേറിയം ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് വരികയും ഏലം കൂടുതൽ നശിച്ചു പോകാൻ ഇടയാകുകയും ചെയ്തു. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ചാണകം ഇവിടെ ഏലത്തിന് ഉപയോഗിക്കുന്നില്ല. 2 തരം കാലി വളങ്ങളാണല്ലോ സാധാരണ കൃഷിയിടത്തിൽ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ആടിൻ്റെ ചാണകം അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകം. ഇതിലേതാണ് ഈ ഏലം കൃഷിക്ക് അല്ലെങ്കിൽ കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായത് ഏതാണ് താങ്കളുടെ അനുഭവത്തിൽ? 2 ചാണകവും നല്ലതാണ്. പക്ഷേ നല്ല ആടിൻ്റെ ചാണകം കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പച്ചക്കറി കൃഷിയുണ്ടെന്ന് പറഞ്ഞില്ലേ? എത്ര സെന്റിൽ ഏകദേശം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്? അത് ഏതൊക്കെ ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്? ഈ വർഷം പച്ചക്കറി തീരെ കുറച്ചേ ചെയ്തുള്ളൂ. കാലാവസ്ഥയുടെ ഒരു വ്യതിയാനത്തിൽ ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ നെൽകൃഷിക്ക് ശേഷം വേനൽ സമയത്താണ് ഞാൻ പച്ചക്കറി കൂടുതൽ ചെയ്യുന്നത്. ഒരു 20 സെന്റ് 30 സെന്റ് വരെ പാവല്, പയർ, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കൃഷി ചെയ്യാറുണ്ട്. ക്യാരറ്റ് ഒരു ശീതകാല പച്ചക്കറി യാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ശാന്തൻപാറ പോലെയുള്ള സ്ഥലത്ത് ക്യാരറ്റ് എത്രത്തോളം സാധ്യതയുണ്ട്? അല്ലെങ്കിൽ ക്യാരറ്റ് കൃഷി ചെയ്താൽ അതിന് വിളവ് ലഭിക്കാറുണ്ടോ? ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കുറച്ച് ക്യാരറ്റ് ഇട്ടു. ഒരു 10-15 കിലോയോളം നല്ല ക്യാരറ്റ് എനിക്ക് ലഭിച്ചു. ഇവിടെ നല്ല രീതിയിൽ വളരും എന്നാണ് അതിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. പച്ചക്കറി കൃഷിക്ക് സാധാരണയായി വീടുകളിൽ ചെയ്യുമ്പോൾ ജൈവവളം മാത്രമാണല്ലോ ഉപയോഗിക്കാറുള്ളത്. താങ്കളും അതേ രീതി തന്നെയാണോ അനുവർത്തിച്ചത്? ജൈവവളം മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. വേറെ രാസ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇതുകൂടാതെ നെൽകൃഷി ഉണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ. നെൽകൃഷി ഏതിനം നെല്ലാണ് കൃഷി ചെയ്യുന്നത്? എത്ര വർഷമായി നെൽകൃഷി തുടരുന്നു? നെൽകൃഷി 25 വർഷമായിട്ട് ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് പൂർവികർ നെൽകൃഷി ചെയ്തു പോന്നു. അത് ഞാൻ ഇപ്പോഴും അനുവർത്തിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏത് ഇനം നെല്ലാണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും മലബാർ ഇനമാണ് ഉപയോഗിച്ച് വന്നിരുന്നത്. ഞാൻ വേറൊരു വ്യത്യസ്ത ഇനം നെല്ലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. മലബാർ ഇനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നെല്ല് കണ്ടെത്തി ആ നെല്ലാണ് ഞാനിപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. നല്ല വിളവ് തരുന്നുണ്ടത്. ഇപ്പോൾ കൃഷിഭവൻ പോലുള്ള സ്ഥാപനങ്ങൾ താങ്കളുടെ ഈ നെല്ലിനത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ പഠിക്കുകയോ അല്ലെങ്കിൽ അവരിവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവർ വന്ന് കണ്ടു, പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കാനോ അതിനൊന്നും അവർ പറഞ്ഞില്ല. കണ്ട് അവർക്ക് ബോധ്യപ്പെട്ട് അവർ പോയി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കുക ഒന്നും ചെയ്തില്ല.
ജലക്ഷാമമുള്ള ഒരു പ്രദേശമാണെന്ന് തോന്നുന്നു നെൽകൃഷിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 തവണ ഇവിടെ കൃഷി നടത്താൻ പറ്റുന്നുണ്ടോ, അതോ ഒരു തവണയാണോ കൃഷി ഇപ്പോൾ നിലവിൽ? ഇവിടെ പുഞ്ചകൃഷി ചെയ്യുന്നതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമല്ല. അതിനാൽ ഒരു കൃഷി മാത്രമേ, കന്നിക്കൃഷി മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ നെല്ലുൽപാദനത്തിൽ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് കീടനാശിനി അത്യാവശ്യമായ ഒരു ഘടകമാണോ ഇപ്പോൾ നിലവിൽ, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ? നെൽകൃഷിക്ക് കീടനാശിനി ഒരു അത്യാവശ്യമായ ഘടകമല്ല. 2 വർഷമായി ഞാൻ കീടനാശിനി ഉപയോഗിക്കാണ്ടാണ് ഞാൻ നെൽകൃഷി ചെയ്യുന്നത്. നല്ല വിളവ് അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ നെൽകൃഷിക്ക് സർക്കാർ സഹായങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം നിലവിൽ? നെൽകൃഷിക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ സർക്കാർ സഹായം ലഭിച്ചിട്ടുണ്ട്. ഉഴുവ് കൂലി, അതുപോലെ മറ്റു വളങ്ങൾ, കുമ്മായം, ഇതെല്ലാം നമുക്ക് സബ്സിഡി ഇനത്തിൽ കൃഷിഭവൻ വഴി തരുന്നുണ്ട്. നെൽകൃഷിയെ ഏറ്റവും ദോഷകരമായി ബാധിച്ചത് തൊഴിലാളി ക്ഷാമമാണല്ലോ. ഇവിടെ അങ്ങനെ ഒരു തൊഴിലാളി ക്ഷാമം നിലവിലുണ്ടോ? നിലവിൽ തൊഴിലാളി ക്ഷാമം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹിന്ദിക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നെൽകൃഷി മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ നെല്ലിൻ്റെ ജോലി ചെയ്യുന്നതിന് ആളുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശത്ത് ഏകദേശം എത്ര ഏക്കറിൽ നെൽകൃഷി ഉണ്ടാവും? എത്ര കർഷകർ ഇപ്പോഴും നെൽകൃഷി തുടരുന്നുണ്ട്? ഇപ്പോൾ ഏകദേശം 5 ഹെക്ടറോളം നെൽകൃഷി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്നും കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ വിരമിച്ചു. ഇപ്പോൾ ഒരു 12ഓളം ആളുകളാണ് ഇപ്പോൾ ചെയ്തു വന്നിരുന്നത്. അതിൽ നിന്നും 1-2 പേര് ഇപ്പോൾ കുറഞ്ഞു. ഒരു 9 ആളുകൾ ഇപ്പോൾ സജീവമായി നെൽകൃഷി ചെയ്തു വരുന്നു. ഇവിടെ പാടശേഖര സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാണോ? ഇവിടെ പാടശേഖര സമിതി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിൽ 11 അംഗങ്ങൾ നല്ല സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരെല്ലാം ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ സഹായിക്കാറുണ്ടോ? എൻ്റെ വീട്ടിൽ ഭാര്യ, 2 കുട്ടികൾ. ഒരാൾ +1 പഠിക്കുന്നു, ഒരാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സവിശേഷമായ പുതയിടിയിൽ രീതി കൊണ്ട് ഏലം കാർഷിക രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കർഷകനാണ് ശ്രീ NM തോമസ്. ഇത്രയും നേരം ശ്രോതാക്കളോട് തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി ശ്രീ NM തോമസ്. നന്ദി, നമസ്കാരം. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചേരിയാറിലെ കർഷകനായ ശ്രീ NM തോമസുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അനുരാജ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. അഴകിനും ആരോഗ്യത്തിനും സുഗന്ധവ്യഞ്ജനങ്ങൾ. നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ സ്വാദ് വർദ്ധിപ്പിക്കാനും അവ പോഷകപ്രദമാക്കാനും മാത്രമല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. നിത്യജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ അകറ്റാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. അഴകിനും ആരോഗ്യത്തിനും സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് നോക്കാം. മുഖക്കുരു അകറ്റാൻ പുതിനയില അരച്ച് മുഖത്ത് പുരട്ടുക. അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. കറുത്തിരുണ്ട് ഇടതൂർന്ന് വളരുന്ന കാർക്കൂന്തൽ സ്വന്തമാക്കാൻ ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? കറിവേപ്പില ധാരാളമിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ മതി. 1 ടേബിൾ സ്പൂൺ തുളസി നീരും 1 ടീസ്പൂൺ തേനും ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ കവിളുകൾ ചുവന്നു തുടുത്ത് രക്തപ്രസാദം കൈവരും. 60 ദിവസം ഇത് ആവർത്തിക്കണം. ത്വക്ക് മിനുസമുള്ളതായും തിളക്കമുള്ളതുമായി സൂക്ഷിക്കാൻ മഞ്ഞളിന് കഴിയും. മഞ്ഞളിൻ്റെ ഔഷധഗുണം തൊലിപ്പുറമേയുള്ള വടുക്കളും കുഴികളും മറ്റും നീക്കും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള ചന്ദനപ്പൊടി, 1 ടീസ്പൂൺ കടലപ്പൊടി എന്നിവ പാൽ കുഴമ്പിൽ ചാലിച്ചെടുത്ത് ദിവസവും 1 തവണ 1 മണിക്കൂർ നേരത്തേക്ക് പുരട്ടിയാൽ മുഖം സുന്ദരമാക്കാൻ മറ്റൊരു ലേപനത്തിൻ്റെ ആവശ്യമില്ല. പുതിനയിലയും ചെറുനാരകത്തിൻ്റെ തളിരിലയും ചേർത്തരച്ച് നാരങ്ങാനീരിൽ ചാലിച്ച് ദിവസവും കൈമുട്ടുകളിൽ പുരട്ടിയാൽ കറുപ്പ് നിറം പൂർണ്ണമായി മാറിക്കിട്ടും. തുളസിയിലയും മഞ്ഞളും കൂടി യോജിപ്പിച്ച് മുഖത്ത് പുരട്ടിയാൽ കറുത്ത പാടുകൾ മാറുന്നതാണ്. മുഖത്തെ രോമം കളയാൻ മഞ്ഞളും പച്ച പപ്പായയും ചേർത്തരച്ച് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് ഇടയ്ക്കിടെ ആവർത്തിച്ചാൽ പൂർണ്ണ ഫലപ്രാപ്തി ഉറപ്പ്. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തരച്ച് തലയിൽ തേയ്ക്കുന്നത് പതിവാക്കിയാൽ താരൻ മാറിക്കിട്ടും.
1 ടീസ്പൂൺ കടുകെണ്ണയിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ചൂടാക്കുക. തണുക്കുമ്പോൾ അതിൽ 1 പിടി ചുവന്നുള്ളി ചതച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കാൽപാദത്തിൽ പുരട്ടുന്നത് പാദം വിണ്ട് കീറുന്നത് തടയും. കഴുത്തിലെ കറുപ്പ് നിറവും ചുളിവുകളും അകറ്റാൻ 1 കപ്പ് തൈരിൽ 1 സ്പൂൺ കുതിർത്ത ഉലുവ ചേർത്ത് അരച്ചു പുരട്ടുന്നത് ആവർത്തിച്ചാൽ മതി. തുളസിയുടെ നീരിൽ അല്പം തേൻ ചേർത്ത് ദിവസവും രാവിലെയും വൈകുന്നേരവും കുടിച്ചാൽ മുഖം തിളക്കമുള്ളതായി മാറും. അല്പം ഉലുവ അരച്ചെടുത്ത് തിളപ്പിച്ചാറിയ പശുവിൻ പാലിൽ ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും ഇതേ ഫലം നൽകും. പച്ചമഞ്ഞൾ അരച്ചതും കടലമാവും പാലിൽ കുഴച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും. ആരോഗ്യത്തിന് അനേകം രോഗങ്ങൾക്കുള്ള ഔഷധമാണ് തുളസി. ചുമ, പനി, ദഹനക്കേട് എന്നിവ തുടങ്ങി ചിക്കൻ പോക്സ്, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ തുളസി ഔഷധമാണ്. തുളസി ഇലനീര് 10 മില്ലിലിറ്റർ വീതം അത്രയും തന്നെ തേനും ചേർത്ത് ദിവസവും 3 നേരം കഴിച്ചാൽ ചിക്കൻ പോക്സ് പെട്ടെന്ന് കുറയുമെന്ന് ആയുർവേദം പറയുന്നു. തുളസി ഇല തണലിൽ ഉണക്കി പൊടിച്ച് നാസികാ ചൂർണമായി ഉപയോഗിച്ചാൽ മൂക്കടപ്പ്, ശ്വാസതടസ്സം തുടങ്ങിയവ നിശേഷം മാറിക്കിട്ടും. ചിലന്തി വിഷം കുറയ്ക്കാൻ മഞ്ഞൾ അരച്ച് സേവിക്കുകയും പുറമേ പുരട്ടുകയും ചെയ്താൽ മതി. ദഹനക്കേട്, കുടലിനും മറ്റുമുണ്ടാകുന്ന രോഗങ്ങൾ, വിരശല്യം തുടങ്ങിയവയ്ക്ക് ഫലവത്തായ ഔഷധമാണ് മഞ്ഞൾ. മഞ്ഞളിൻ്റെ നീരോ ഉണക്കിപ്പൊടിച്ചതോ പാലിലോ വെള്ളത്തിലോ കലർത്തി കുടിച്ചാൽ വയറുകടി, ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഛർദി, കരൾ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ശമിക്കും. പച്ചമഞ്ഞളിൻ്റെ നീര് 20 തുള്ളി 1 നുള്ള ഉപ്പും കലർത്തി ദിവസവും രാവിലെ കുടിച്ചാൽ വിരശല്യത്തിന് ശമനമുണ്ടാകും. അതിസാരം ശമിക്കാൻ കറിവേപ്പിൻ്റെ തളിരില ചവച്ച് തിന്നുന്നത് നല്ലതാണെന്ന് ആയുർവേദം പറയുന്നു. കറിവേപ്പില നല്ലതുപോലെ അരച്ച് അതിൽ കോഴിമുട്ട അടിച്ചു ചേർത്ത് പച്ചയായോ പൊരിച്ചോ ഉപയോഗിച്ചാലും അതിസാരം ശമിക്കുമെന്നാണ് അനുഭവസാക്ഷ്യം. ഛർദിക്കും കറിവേപ്പില മരുന്നാണ്. ഇല വാട്ടിപ്പിഴിഞ്ഞ് നീര് കുടിച്ചാൽ രോഗശമനം ഉറപ്പ്. തേൾ വിഷത്തിനെതിരെ കറിവേപ്പില പാലിൽ വേവിച്ച് അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. പുതിനയില ഉണക്കിപ്പൊടിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും പുതിനയില തൈലം വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഉദര രോഗങ്ങൾ ശമിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ പുതിന സമൂലം ഉണക്കിപ്പൊടിച്ച് പല്ല് തേച്ചാൽ ദന്തരോഗങ്ങൾ ഒന്നും തന്നെ അടുക്കുകയില്ല. പഴയ പുളി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ശോധനയ്ക്ക് നല്ലതാണ്. 1-2 വെളുത്തുള്ളി ചതച്ചിട്ട് കാച്ചിയ പാൽ ദിവസവും രാവിലെ കഴിച്ചാൽ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ദഹനക്കുറവും കാൽകഴപ്പും മാറും. കാൽവിരലുകൾക്കിടയിൽ ചൊറിച്ചിലും വേദനയും അസ്വസ്ഥതയും ഉണ്ടായാൽ വെളുത്തുള്ളിയും മഞ്ഞളും സമം ചേർത്തരച്ച് ഒരാഴ്ച പുരട്ടിയാൽ ശമനം കിട്ടും. അതിസാരത്തിന് തിപ്പലിയും കുരുമുളകും സമം അളവിലെടുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് രോഗശമനത്തിന് ഉതകും. തിപ്പലി പൊടിച്ച് പഞ്ചസാരയും തേനും മാതള നാരങ്ങ നീരും കൂട്ടി സേവിക്കുന്നത് ഛർദി ശമിപ്പിക്കും. തിപ്പലി പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയകറ്റാൻ നല്ലതാണ്. 1 ഗ്ലാസ് മോരിൽ 2 സ്പൂൺ മല്ലിയില നീര് ചേർത്ത് ഇടയ്ക്കിടെ കഴിച്ചാൽ ദഹനക്കേട്, വയറുകടി, ഛർദി, അരുചി, തലചുറ്റൽ എന്നിവ ശമിക്കും. ഇഞ്ചിയും മല്ലിയിലയും ചേർത്തരച്ച് ചമ്മന്തിയാക്കി കഴിച്ചാൽ ദഹനക്കേട്, വായുകോപം, വിരദോഷം, വയറുവേദന എന്നിവ കുറയും. കൊത്തമല്ലി കഷായത്തിൽ നെയ്യ് ചേർത്ത് സേവിച്ചാൽ അതിസാരം ശമിക്കും. കടുകും മഞ്ഞളും ചേർത്തരച്ച് പുരട്ടുന്നത് ചർമ്മരോഗങ്ങളെ അകറ്റാൻ സഹായിക്കും. കുരുമുളക് പൊടി മോരിലോ തൈരിലോ കലക്കി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് പീനസത്തിന് ശമനമുണ്ടാക്കും. അതുപോലെ ദഹനക്കേടിനും വായുകോപത്തിനും ചുക്ക്, കുരുമുളക്, തിപ്പലി, പെരിഞ്ചീരകം, ഇന്ദുപ്പ് എന്നിവ സമം പൊടിച്ച് 1/2 ടീസ്പൂൺ വീതം ദിവസേന കഴിച്ചാൽ മതി. കൊളസ്ട്രോൾ വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലെല്ലാം ഏലക്കായപ്പൊടി ജീരക കഷായത്തിൽ ചേർത്ത് തുടർച്ചയായി കഴിച്ചാൽ നല്ല ഫലമുണ്ടാകും. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്ത കരുത്തുമായി മുന്നോട്ട് നീങ്ങുക നാം.
കോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻ പ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. भैया रे भैया, भैया रे भैया,